നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടപ്പാളിൽ കാർ പുറകോട്ട് എടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉദിനിക്കര റോഡിൽ താമസിക്കുന്ന മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രു ബിൻത് ജാബിർ. സംഭവത്തിൽ 3 പേർക്ക് പരിക്ക്. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ ഭാഗമായി ഞായറാഴ്ച മുതൽ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കും. ഞായറാഴ്ച ഓശാന, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയിർപ്പ് ഞായർ ശുശ്രൂഷകൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. വിശ്വാസികൾ കൊഴുക്കട്ട ശനി ആചരിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് വാൻ ഇടിച്ച കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് അപകടം. വരവൂർ തളിയിലെ അറവുമാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി. ഇതിൽ പ്രതിഷേധിച്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിലെ പിടിയാന നന്ദിനി ചെരിഞ്ഞു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആഴ്ചകളായി കിടപ്പിലായിരുന്നു. ഓർമ്മയായത് ഗുരുവായൂർ ഉത്സവത്തിന്റെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണത്തിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന പിടിയാന. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും പൊതുയിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പുന്നയൂർക്കുളം പഞ്ചായത്തിൽ ബെഡ്സ് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. NK അക്ബർ MLA അധ്യക്ഷനായി. നാഷണൽ അർബൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 55 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഫർണിച്ചർ, കുട്ടികൾക്കുള്ള ഉപകരണങ്ങൾ എന്നിവയ്ക്കായി കുടുംബശ്രീ ജില്ലാ മിഷൻ 25 ലക്ഷവും ചുറ്റുമതിൽ, സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്നിവയ്ക്കായി 20 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തും വകയിരുത്തിയിട്ടുണ്ട്. 3660 ചതുരശ്ര വിസ്തീർണത്തിലുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, കോസ്റ്റ് ഫോർട്ട് കോർഡിനേറ്റർ PK കൃഷ്ണകുമാർ, ഊക്കയിൽ ഹബീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. പൊതുയിടങ്ങൾ, കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ, തിയേറ്ററുകൾ, ലൈബ്രറികൾ, പാർക്കുകൾ, കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തിന്റെയും ഓഫീസുകൾ, കളക്ടറേറ്റുകൾ, ഇതെല്ലാം തന്നെ ഭിന്നശേഷി മക്കൾക്ക് പ്രാപ്യമാകുന്ന വിധത്തിൽ പുതുക്കി പണിയുകയാണ്. ഇപ്പോൾ പുതിയ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം പുതുതായി പണിയുന്നതെല്ലാം തന്നെ ഭിന്നശേഷി സൗഹാർദ്ദപരമായിരിക്കണം എന്ന് നിയമമൂലം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എടപ്പാളിൽ കാർ പുറകോട്ട് എടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉദിനിക്കര റോഡിൽ താമസിക്കുന്ന മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രു ബിൻത് ജാബിർ ആണ് മരിച്ചത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ മടത്തിൽ വീട്ടിൽ ഷാഹിറിന്റെ മകൾ 5 വയസ്സുകാരി ആലിയയെ കോട്ടകൽ മിംസ് ആശുപത്രിയിലും സിത്താര, സുബൈദ എന്നിവരെ എടപ്പാൾ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആലിയയുടെ ആരോഗ്യനില നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 11:30 അപകടം. വീടിനു മുന്നിലുള്ള 10 അടിയോളം വീതിയുള്ള റോഡിലാണ് കാർ നിർത്തിയിരുന്നത്. ജാബിറിന്റെ ബന്ധുവായ യുവതിയാണ് കാർ ഓടിച്ചിരുന്നത്. പ്രായമായ ഉമ്മയെ കയറ്റാൻ കാർ പിറകിലേക്കെടുക്കുകയായിരുന്നു. ഇതിനിടെ നിയന്ത്രണം വിട്ട കാർ സമീപത്തു നിൽക്കുകയായിരുന്നവരെ ഇടിച്ചിട്ട് മതിലും തകർത്തു നീങ്ങി. ഇതോടെ അമ്രു അടക്കമുള്ളവർ കാറിനും മതിലിനും ഇടയിൽപ്പെടുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ ഉടൻ തന്നെ ഇതേ കാറിൽ എടപ്പാൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമ്രുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുതരമായി പരിക്കേറ്റിരുന്ന ആലിയയെ ഉടൻ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ് അമ്രുവിന്റെ പിതാവ് ജാബിർ നാട്ടിലെത്തിയിട്ടുണ്ട്. ജാബിർ സജന ദമ്പതിമാരുടെ ഏക മകളാണ് അമ്രു ബിൻത് ജാബിർ. പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് ബന്ധുക്കളെല്ലാം വെള്ളിയാഴ്ച ഇവിടേക്കെത്തിയത്. സൽക്കാരമെല്ലാം കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങവെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം എടപ്പാളങ്ങാടി ജുമാ മസ്ജിദിൽ കബറടക്കി. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 9:30 പാഴിയോട്ടുമുറി സെന്ററിൽ വെച്ചാണ് അപകടമുണ്ടായത്. റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന ഡേവിസിനെ പുറകിലൂടെ വന്ന ഗുഡ്സ് വാൻ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഡേവിസിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന വാഹനമാണ് ഇടിച്ചത്.
വരവൂർ തളിയിലെ അറവുമാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തിവീശി. ഇതിൽ പ്രതിഷേധിച്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി. തളി നടുവട്ടത്ത് പ്രവർത്തനം ആരംഭിച്ച അറവുമാലിന്യ സംഭരണ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രിയിൽ രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പരിസരവാസികളായ വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി പ്രദേശത്ത് സംഘടിച്ചെത്തുകയായിരുന്നു. പ്ലാന്റിലേക്ക് അറവുമാലിന്യവുമായി വരുന്ന വാഹനം തടയുകയെന്ന ലക്ഷ്യത്തോടെ നാട്ടുകാർ റോഡിൽ നിലയുറപ്പിച്ചു. ഇതിനിടയിൽ എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അശ്വിനിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. വീട്ടമ്മമാർ പോലീസുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ സംഘർഷമുണ്ടാകുകയായിരുന്നു. പരാതി ഉന്നയിക്കാൻ എത്തിയ നാട്ടുകാരെ പോലീസ് വാഹനം തടഞ്ഞുവെന്നാരോപിച്ച് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ലാത്തി കൊണ്ടുള്ള പ്രഹരമേറ്റ് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കുപറ്റി. പ്രകോപിതരായ നാട്ടുകാർ പോലീസ് വാഹനം തടയുകയും പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. പിന്നീട് സമരസമിതി നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പോലീസ് അകാരണമായി പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു. ഏകപക്ഷീയമായ പോലീസ് നടപടിക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇൻസ്പെക്ടർ അശ്വിനിക്കുമെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകുമെന്നും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വരവൂർ തളിയിൽ അറവുമാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 30ഓളം പേർക്കെതിരെ എരുമപ്പെട്ടി പോലീസ് കേസെടുത്തു. വഴി തടസ്സപ്പെടുത്തി സംഘർഷം സൃഷ്ടിച്ചു, പോലീസ് വാഹനം തടഞ്ഞു തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. മാലിന്യ പ്ലാന്റിൽ നിന്ന് ദുർഗന്ധം ഉയർന്നതിനെ തുടർന്ന് ഇന്നലെ രാത്രിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നടത്തിയ പ്രതിഷേധത്തിൽ പോലീസുമായി സംഘർഷമുണ്ടാകുകയും പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നു. കടങ്ങോട് മുക്കിലപ്പീടികയ്ക്ക് സമീപം ഓട്ടോറിക്ഷയിൽ ഗുഡ്സ് വണ്ടി ഇടിച്ച് അപകടം. ഓട്ടോറിക്ഷയിൽ നിന്നും ഗ്യാസ് ചോർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി ഗ്യാസ് ചോർച്ച തടഞ്ഞു. ഉച്ചയോടെ മുക്കിലപ്പീടിക കയറ്റത്തിലാണ് അപകടമുണ്ടായത്. പഴഞ്ഞി അയനൂരിൽ നിന്നും എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്ന CNG ഓട്ടോറിക്ഷയിൽ എതിർദിശയിൽ നിന്നും വന്നിരുന്ന ഗുഡ്സ് വാഹനം ഇടിക്കുകയായിരുന്നു. ഗുഡ്സ് വാഹനം നിയന്ത്രണം വിട്ട് ദിശ മാറി സഞ്ചരിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അയനൂർ കിഴക്കൂട്ട് വീട്ടിൽ ജയന് പരിക്കേറ്റു. ഇയാളെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ നിന്നും ഇന്ധനമായ CNG ഗ്യാസ് ചോർന്നതാണ് പരിഭ്രാന്തി പരത്തിയത്. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സും എരുമപ്പെട്ടി പോലീസും സ്ഥലത്തെത്തി. പരസ്പരം കുരുങ്ങിക്കിടന്നിരുന്ന വാഹനങ്ങൾ തള്ളിമാറ്റി. തുടർന്ന് ഗ്യാസ് ചോർച്ചയടച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ V കണ്ണദാസ്, P പവിത്രൻ, S വിപിൻ, M റഫീഖ്, ഗോഡ്സൺ ആൽബർട്ട്, വിഷ്ണുദാസ്, പോലീസ് ഓഫീസർമാരായ അജി പനക്കൽ, അഭിലാഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ ഭാഗമായി ഞായറാഴ്ച മുതൽ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ കഷ്ടാനുഭവ ആഴ്ച ശുശ്രൂഷകൾക്ക് ഞായറാഴ്ച തുടക്കമാകും. ഞായറാഴ്ച രാവിലെ 8-ന് ഓശാന, കുരുത്തോല വാഴ്വ്, കുരുത്തോല പ്രദക്ഷിണം, കുർബാന എന്നിവ നടക്കും. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയർപ്പു ഞായർ ശുശ്രൂഷകളും ഉണ്ടാകും. വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ കാർമ്മികത്വം വഹിക്കും. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. മാധ്യമപ്രവർത്തകർ നിലകൊള്ളേണ്ടത് ശരിയുടെ പക്ഷത്തെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. തിരുവനന്തപുരത്ത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷമുണ്ടാകണം. അത് ശരിയുടെ പക്ഷമാകണം, അത് സത്യത്തിന്റെ പക്ഷമാകണം, അത് നീതിയുടെ പക്ഷമാകണം. നീതിയും അനീതിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മാധ്യമങ്ങൾ നിഷ്പക്ഷമെന്ന നിലപാട് സ്വീകരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ അനീതിയെ അംഗീകരിക്കലും സഹായിക്കലും കൂടിയായി മാറും, പ്രേംകുമാർ പറഞ്ഞു. അവിടെ നമ്മൾ നിഷ്പക്ഷമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, മാധ്യമങ്ങൾ നീതിയുടെ പക്ഷം ചേർന്നു പിടിക്കണം. ഇത് എന്നും മാധ്യമങ്ങൾ ഓർത്തിരിക്കണമെന്നും
മതേതരത്വത്തിന്റെ പുരോഗമനത്തിന്റെ സമൂഹത്തിന്റെ മാനവികതയുടെ പക്ഷമായിരിക്കണം അതെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകർക്ക് ഒരു പക്ഷം ഉണ്ടാകണം. ആ പക്ഷം എന്ന് പറയുന്നത് അത് ശരിയുടെ പക്ഷമാകണം, അത് സത്യത്തിന്റെ പക്ഷമാകണം, അത് നീതിയുടെ പക്ഷമാകണം. നീതിയും അനീതിയും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾ നിഷ്പക്ഷമാണെന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ അനീതിയെ കൂടി അംഗീകരിക്കലും അതിനെ സഹായിക്കലും കൂടിയായി മാറും. അറിഞ്ഞോ അറിയാതെയോ അവിടെ നമ്മൾ നിഷ്പക്ഷമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, നീതിയുടെ പക്ഷം തന്നെ നമ്മൾ പിടിക്കണം. ആ ഒരു പക്ഷം നിങ്ങൾക്കുണ്ടാകണം. അത് മതേതരത്വത്തിന്റെ പക്ഷമാകണം, ഒരു പുരോഗമനപരമായ സമൂഹത്തിന് ചേരുന്ന ഒരു പക്ഷമാകണം, അത് മാനവികതയുടെ പക്ഷമാകണം, എല്ലാത്തിനുപരി അത് മനുഷ്യപക്ഷമാകണം. ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ സെക്രട്ടറി ജനറൽ എസ് സഭാനായകൻ, ജീവൻ TV ഡയറക്ടർ സാജൻ വേളൂർ, KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ, ട്രഷറർ EP രാജീവ്, സംസ്ഥാന ഭാരവാഹികളായ സനൽ അടൂർ, MA ഷാജി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി അനിൽ ബിശ്വാസ് പ്രസിഡന്റ്, KC സ്മിജൻ സെക്രട്ടറി, EP രാജീവ് ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. ക്രൈസ്തവ വിശ്വാസികൾ കൊഴുക്കട്ട ശനി ആചരിച്ചു. വലിയ നോമ്പിന്റെ ഭാഗമായി ഓശാന ഞാറിന്റെ തലേദിവസമായ ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. പെസഹയ്ക്ക് മുമ്പ് യേശു ഭക്ഷിച്ച വലിയ വിരുന്നായും ലാസറിനെ ഉയർപ്പിച്ചതിന്റെ സന്തോഷം അറിയിക്കുന്നതിനായുമാണ് മധുരം നിറച്ച പലഹാരം ഉണ്ടാക്കുന്നതെന്നും പഴമക്കാർ പറയുന്നു. നനച്ച അരിമ ഉപയോഗിച്ച് കല്ലറയുടെ ആകൃതിയിൽ കുഴച്ച് അതിൽ ചിരകിയ തേങ്ങ, പഞ്ചസാര, ശർക്കര എന്നിവ ചേർത്താണ് പലഹാരം ഉണ്ടാക്കുന്നത്. വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള പെത്രാത്തോ ഞായറാഴ്ച കള്ളപ്പം, പാതിനോമ്പ് ദിവസം ഉണ്ടാക്കുന്ന ഇണ്ടേറിയപ്പം, പെസഹ ദിവസം പാൽക്കുറുക്ക് എന്നിവയും നോമ്പാചരണത്തിനിടയിലെ വിശേഷ വിഭവങ്ങളാണ്. ഗുരുവായൂർ ആനത്താവളത്തിലെ ഗജമുത്തശ്ശി നന്ദിനി ചെരിഞ്ഞു. വൈകിട്ട് 3:00 അന്ത്യം. 3 പതിറ്റാണ്ടിലധികം പള്ളിവേട്ട, ആറാട്ട് ചടങ്ങിന് നിയോഗിക്കപ്പെട്ട പിടിയാനയാണ് നന്ദിനി. 1987 ആനത്തറവാട്ടിലെ മുത്തശ്ശിയായിരുന്ന ലക്ഷ്മിക്കുട്ടിയിൽ നിന്ന് നന്ദിനി ഈ അവകാശം ഏറ്റെടുത്തത്. അന്നു മുതൽ പള്ളിവേട്ടയ്ക്ക് ക്ഷേത്രമതിൽക്കകത്ത് 9 പ്രദക്ഷിണവും ആറാട്ടിന് 11 പ്രദക്ഷിണവും നടത്തുന്നത് നന്ദിനിയാണ്. 6 പതിറ്റാണ്ടോളം പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും നിയോഗിക്കപ്പെട്ട ലക്ഷ്മിക്കുട്ടിക്ക് പ്രായത്തിന്റെ അവശതകൾ ഏശാൻ തുടങ്ങിയപ്പോഴാണ് മറ്റൊരാനയ്ക്കു വേണ്ടി അന്വേഷണം നടത്തിയത്. ആനത്താവളത്തിൽ അന്നുണ്ടായിരുന്ന ഗൗരി, താര, രശ്മി, ദേവി, ഉമ, അഞ്ജലി എന്നിവരിൽ നിന്നാണ് നന്ദിനി തിരഞ്ഞെടുക്കപ്പെട്ടത്. നീളമുള്ള തുമ്പിക്കൈയും വലിയ ചെവിയുമുള്ള നന്ദിനിക്ക് സാധാരണ പിടിയാനകൾക്കുള്ളതുപോലെ കൊമ്പിന്റെ സ്ഥാനത്ത് തേറ്റയില്ലെന്ന പ്രത്യേകതയുമുണ്ട്. 1964 തന്റെ 4-ാം വയസ്സിലാണ് നന്ദിനി ദേവസ്വത്തിന്റെ ആനത്തറവാട്ടിലെത്തിയത്. നിലമ്പൂർ സ്വദേശി P. നാരായണൻ നായരാണ് നടയിരുത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള തിരുവെങ്കിട ജലപതി ക്ഷേത്രത്തിലെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും നന്ദിനിയെ പ്രദക്ഷിണത്തിന് നിയോഗിച്ച് യോഗ്യത പരീക്ഷിച്ച ശേഷമാണ് ഗുരുവായൂരിലെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും നിയോഗിച്ചത്. ചടങ്ങിന്റെ ഭാഗമായി നിൽക്കേണ്ടിടത്ത് നിൽക്കാനും ഓടേണ്ടിടത്ത് ഓടാനും ഈ ആനയ്ക്കറിയാമെന്ന് പാപ്പാന്മാർ പറയുന്നു. പൊന്നത്തൂർ കോവിലകത്തേക്ക് ആനത്താവളം മാറ്റിയപ്പോൾ കേശവനൊപ്പം എത്തിയ ആനകളിൽ ഒന്നായിരുന്നു നന്ദിനി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനമായി. ഏപ്രിൽ 4 കൊടിയേറിയ ഉത്സവം 11 വെള്ളിയാഴ്ച ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രക്കുളത്തിൽ ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആറാട്ടിന് ശേഷം ക്ഷേത്രത്തിലെത്തി കൊടിയിറക്കി. 25 കലശാഭിഷേകത്തോടുകൂടി ചടങ്ങുകൾക്ക് സമാപനമായി. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 8 ദിവസമായി നടന്നുവരുന്ന കലാപരിപാടികളും സമാപിച്ചു. ഞായറാഴ്ച ദേശപൂരം ആഘോഷിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കർ കുറുപ്പ് എന്നിവർ അറിയിച്ചു. പൂരാഘോഷം ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ CCTV പ്രാദേശിക ചാനലിലും യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യും. ഉത്തരേന്ത്യയിൽ സുവിശേഷം അറിയിച്ചതിന് തടവിലാക്കപ്പെട്ട പാസ്റ്റർ ജോസ് പാപ്പച്ചൻ, സഹധർമ്മിണി സിസ്റ്റർ ഷീജ ജോസ് എന്നിവർ ഞായറാഴ്ച കുന്നംകുളത്ത് വൈകിട്ട് 6:30 ചൊവ്വന്നൂർ ഗുഹയ്ക്ക് സമീപം ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ ഹാളിൽ നടക്കുന്ന യോഗത്തിൽ ഇരുവരും അനുഭവങ്ങൾ പങ്കുവയ്ക്കും. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പാണ് സംഘാടകർ. UPF ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ലിബിനി ചുമാർ, സെക്രട്ടറി ബ്രദർ ഷിജു പനക്കൽ, പബ്ലിസിറ്റി കൺവീനർ ബ്രദർ ടിജിൻ ജോൺ എന്നിവർ നേതൃത്വം നൽകും.
സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം മെയ് 29, 30, 31 തീയതികളിൽ ചാവക്കാട് നടക്കും. വ്യാപാര ഭവനിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPIM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ, CPIM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, AH അക്ബർ, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി NK അക്ബർ MLA കൺവീനർ, ചെയർമാനായി CPIM ഏരിയ സെക്രട്ടറി ശിവദാസൻ, ട്രഷററായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. കൈകോർക്കാം ലഹരിക്കെതിരെ. ആർത്താറ്റ് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറും ടെലിഫിലിം പ്രദർശനവും സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ പ്രിയ സജീഷ് അധ്യക്ഷത വഹിച്ചു. ലഹരിയുടെ കാണാപ്പുറങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാറിൽ കുന്നംകുളം എക്സൈസ് സിവിൽ ഓഫീസർ സോന ഉണ്ണി വിഷയാവതരണം നടത്തി. യോഗത്തിന് T രാജഗോപാൽ സ്വാഗതവും വായനശാല സെക്രട്ടറി സിന്ധു സുരേഷ് നന്ദിയും പറഞ്ഞു. സെമിനാറിന് ശേഷം കാഴ്ച, അച്ഛൻ്റെ കണ്ണട തുടങ്ങിയ ടെലിഫിലിമുകൾ പ്രദർശിപ്പിച്ചു. തുടർന്ന് ടെലിഫിലിം സംവിധായകരായ സുനിൽ ചൂണ്ടൽ, അനിൽ പറക്കാട് എന്നിവരുമായുള്ള ചർച്ചയും നടന്നു. കൃഷിയാണ് ലഹരി, സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യത്തിൽ പുന്നയൂർ GMLP സ്കൂളിൽ കൃഷിഭവന്റെയും സ്കൂൾ PTA നേതൃത്വത്തിൽ യുവതത്തോട്ടം ആരംഭിച്ചു. വാർഡ് മെമ്പർ MK അറഫത്ത്, പ്രധാനാധ്യാപിക ഷെഫി അൻസ്ലം മാൻഡിസ്, PTA പ്രസിഡന്റ് അഷ്റഫ്, MPTA പ്രസിഡന്റ് അജില ദിനേശ്, ഹൈറുനിസ, കൃഷി അസിസ്റ്റന്റ് M സിജിമോൻ, യമുന ടീച്ചർ, സജിത ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അക്കിക്കാവ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കരയോഗ മന്ദിരത്തിൽ ലഹരി വിരുദ്ധ പ്രചരണ ദിനം ആചരിച്ചു. കരയോഗം പ്രസിഡന്റ് N രാധാകൃഷ്ണൻ, കരയോഗം സെക്രട്ടറി P പ്രവീൺകുമാർ, NK ഉണ്ണികൃഷ്ണൻ പണിക്കർ, K ഭാസ്കരൻ നായർ, തിലക ടീച്ചർ, രേഖ ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തയിലേക്ക്. ശുദ്ധജലത്തിനായി നാട്ടുകാർ ആശ്രയിച്ചിരുന്ന ആദൂർ ദേവസ്വം നഗർ കിണറിന്റെ നവീകരണം പൂർത്തിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂരിന്റെ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. വർഷങ്ങളായി പ്രദേശത്തുള്ള കുടുംബങ്ങളുടെ ആശ്രയമായിരുന്നു ആദൂർ നഗർ പൊതുകിണർ. എന്നാൽ കിണറിന്റെ അടിവശമിടിഞ്ഞതുമൂലം വലിയ അപകട സാധ്യത നിലനിന്നിരുന്നു. കിണർ ഒന്നിച്ച് മണ്ണിട്ട് തൂർക്കേണ്ട അവസ്ഥയിലായിരുന്നു. തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഇടപെട്ട് 5 ലക്ഷം രൂപ വകയിരുത്തുകയും കടങ്ങോട് പഞ്ചായത്തുമായി സഹകരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തു. കരാറുകാരൻ കൊണ്ടുവന്ന ജോലിക്കാർ കിണറിന്റെ അപകടാവസ്ഥ കണ്ട് പിന്മാറിയെങ്കിലും പിന്നീട് മറ്റൊരാളെത്തി പണി ഏറ്റെടുക്കുകയും നിർമ്മാണം പൂർത്തിയാക്കുകയുമായിരുന്നു. കടുത്ത വേനലിലും ജലലഭ്യതയുള്ള കിണർ നവീകരിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂരും നാട്ടുകാരും. ഈ കിണർ പൂർവികരായിട്ടുള്ള ആളുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു കിണറാണ്. ഈ പ്രദേശത്തെ ആളുകൾ വെള്ളം കോരി കുടിച്ചിരുന്ന കിണറാണ്. പക്ഷേ ഈ കിണർ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ അടിഭാഗം മുഴുവൻ വലിയ തകർച്ച ഇടിഞ്ഞത് മൂലം ഈ കിണർ തന്നെ തൂർക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത്. പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ഇതിലേക്ക് ചളിവാരലും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രവർത്തനങ്ങൾ അക്കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കിണർ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ വകയിരുത്തി കടങ്ങോട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് നമ്മളിപ്പോൾ ഈ പദ്ധതിയുടെ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ കിണർ ഇവിടുത്തെ ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപകടച്ചുഴിയായി ദേശീയപാതയിലെ വാട്ടർ അതോറിറ്റി തീർത്ത കുഴി. ഗുരുവായൂർ ക്രിമിറ്റോറിയത്തിന് സമീപം 3 കൂടിയ സെന്ററിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി കുഴിയെടുത്തത്. പണി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും കൃത്യമായി മൂടാത്തത് മൂലം വലിയ അപകട ഭീഷണിയാണ് ഉയരുന്നത്. അപകട സൂചനാ ബോർഡും വെച്ചിട്ടില്ല. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയാണിത്. കുഴിയിൽ വീഴാതിരിക്കാൻ വണ്ടികൾ ദിശ മാറ്റി ഓടിക്കുകയും വലിയ അപകട സാധ്യതയാണ്. ബന്ധപ്പെട്ടവർ പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. വിഷുവിന് കണി കാണാൻ ഷീജയുടെ പൊന്നിൻ നിറമാർന്ന കണിവെള്ളരി.
തൊട്ടതെല്ലാം പൊന്നാക്കിയ ജൈവ കർഷക ഷീജയുടെ കൃഷിയിടത്തിൽ കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടന്നു. ഗുരുവായൂർ നഗരസഭയിലെ ബ്രഹ്മക്കുളം കല്ലായിൽ ഷീജയുടെ വീടിനോട് ചേർന്നുള്ള 10 സെന്റ് കൃഷിയിടത്തിൽ നടത്തിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. മേടപ്പുലരിയിൽ കണ്ണനെ കണി കാണുന്നതിന് വീടുകളിലും ക്ഷേത്രങ്ങളിലും ഒരുക്കുന്ന വിഷുക്കണിയിൽ പ്രധാനമാണ് സ്വർണ്ണവർണ്ണമർന്ന വെള്ളരി. ജൈവ കർഷക മേഖലയിൽ നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം നേടിയിട്ടുള്ള ഷീജ ഇത്തരം കണിവെള്ളരി കൃഷി ചെയ്യുന്നത് പതിവാണ്. ഈ വർഷം പുരയിടത്തിൽ തന്നെ നടത്തിയ വെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ മുരളി പെരുന്നെല്ലി MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ KPA റഷീദ് അധ്യക്ഷനായി. ഡോക്ടർ വത്സലന് കണിവെള്ളരി നൽകിക്കൊണ്ട് MLA ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ, തൈക്കാട് കൃഷി ഓഫീസർ രജീന, സാമൂഹ്യ പ്രവർത്തകരായ CK സദാനന്ദൻ, CJ ബേബി, ഗുരുവായൂർ ഫാർമേഴ്സ് ക്ലബ് അംഗങ്ങൾ, പ്രദേശവാസികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2014 മുതൽ ജൈവ കാർഷിക രംഗത്ത് ശ്രദ്ധേയയായ ഷീജ വർഷത്തിൽ 365 ദിവസവും കൃഷി ചെയ്തു വരുന്ന വ്യക്തിയാണ്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനെടുത്ത ഭൂമിയിലും വെണ്ട, വഴുതന, പച്ചമുളക്, തക്കാളി, പയർ തുടങ്ങിയവയ്ക്കൊപ്പം കാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ചോളം, തണ്ണിമത്തൻ തുടങ്ങിയവയും തന്റെ കൃഷിയിടത്തിൽ വിളയിച്ച് കർഷക മേഖലയിൽ തന്റെ വിജയഗാഥ തുടരുകയാണ്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ കുട്ടികൾക്കായി അവധിക്കാല സൗജന്യ യോഗ പരിശീലനം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ ഡിസ്പെൻസറി യോഗ ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ശാലിനി, ഫാർമസിസ്റ്റ് ശ്രീജിത്ത് കുമാർ, യോഗ പരിശീലക KM ധന്യ എന്നിവർ സംസാരിച്ചു. 7 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് യോഗ പരിശീലനം നടത്തുന്നത്. സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട് ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മണത്തല പള്ളി മുദ്രിസ് ഹൈദമി അബ്ദുൾ ലത്തീഫ് പ്രാർത്ഥന നടത്തി. മണത്തല പള്ളി മദ്രസ പരിസരത്തു നിന്നും ആരംഭിച്ച റാലിയിൽ നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖല, മണത്തല, തിരുവത്ര, എടക്കഴിയൂർ, കടപ്പുറം, ഒരുമനിയൂർ മേഖലകളിൽ നിന്നുള്ള ആയിരങ്ങൾ പങ്കെടുത്തു. കിഴക്കൻ മേഖല റാലി പാലയൂരിൽ നിന്നും പുറപ്പെട്ട് തെക്കേ ബൈപ്പാസ് വഴി നഗരമധ്യത്തിലെത്തി പടിഞ്ഞാറൻ മേഖല റാലിയിൽ ചേർന്നു. താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്നുള്ള യോഗത്തിൽ മണത്തല ജുമാ അത്ത് ഖത്തീബ് ബാദുഷ തങ്ങൾ പ്രാർത്ഥന നടത്തി. കേരള ജമാഅത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മണത്തല മഹല്ല് പ്രസിഡന്റും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ PK ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ബഷീർ ഫൈസി ദേശമംഗലം, സുലൈമാൻ അസ്ഹരി, CH റഷീദ്, നൌഷാദ് അഹമ്മു, അബ്ദുൽ ലത്തീഫ് ഹൈദമി, KM ഉമർ ഫൈസി, ഷിഹാബ് ബാഖവി, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷങ്ങളോടുള്ള കരിനിയമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലെന്നും ശക്തമായ പ്രതിഷേധവുമായി കേരളീയ ജനസമൂഹം വഖഫ് ഭേദഗതിക്കെതിരെ രംഗത്തിറങ്ങുമെന്നും സമ്മേളനം പ്രഖ്യാപിച്ചു. ഞാൻ മരിച്ചുപോയാലും എനിക്ക് ശേഷം ഈ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്തു പോകുന്ന ഒരു സ്വത്താണ് വഖഫ്. അതിൽ നിന്ന് എന്റെ അനന്തരവാസികൾക്ക് അവകാശമില്ല, എന്റെ കുടുംബങ്ങൾക്ക് അവകാശമില്ല, ആർക്കും അവകാശമില്ല. അത് പരിപൂർണമായി ലോകം അവസാനിക്കുന്നത് വരെ എന്തിനു വേണ്ടിയാണോ ഞാൻ വഖഫ് ചെയ്തത് അതിനുവേണ്ടി നിലകൊള്ളും. അതിന്റെ പരിരക്ഷയായിരുന്നു നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ. അതെല്ലാമാണ് കാറ്റിൽ പറത്തിയത്. പിന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണത്? കാണുന്നതൊക്കെ വഖഫ് ചെയ്യുന്ന അവസ്ഥ ഇതിലൂടെ മാറിക്കിട്ടും. 30-ലധികം മഹലുകളിൽ നിന്നുള്ള വിശ്വാസികൾ റാലിയിൽ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ശുചിത്വ സാഗരം സുന്ദര തീരം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിലെ ബ്ലാങ്ങാട് ബീച്ച്, പുത്തൻകടപ്പുറം, ചെങ്കോട്ട ബീച്ച് എന്നിവിടങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ചു ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രേഷ്മ R നായർ,
മത്സ്യത്തൊഴിലാളികൾ, കൗൺസിലർമാരായ PK കബീർ, ഗിരിജ പ്രസാദ്, ഫിഷറീസ് ഉദ്യോഗസ്ഥർ, കോസ്റ്റൽ പോലീസ് പ്രതിനിധി, ബ്ലാങ്ങാട് ബീച്ച് ലവേഴ്സ് ക്ലബ്ബ് വോളണ്ടിയർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ചാവക്കാട് കരാട്ടെ സ്കൂൾ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബീച്ചിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. പ്ലാസ്റ്റിക്, ചെരുപ്പ്, തെർമോക്കോൾ എന്നിവയടക്കം ബീച്ചിൽ നിന്നും 500 കിലോഗ്രാമോളം മാലിന്യം നീക്കം ചെയ്തു. തെക്കേ പുന്നയൂർ തങ്ങൾ ഭവൻ ആയുർസൈനും എടക്കഴിയൂർ ദിൽക്കി ആവാസ് ഓർക്കസ്ട്രയും സംയുക്തമായി നാട്ടുത്സവം 2025ന്റെ ഭാഗമായി വിവിധ പരിപാടികൾ ഏപ്രിൽ 13-ന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെക്കേ പുന്നയൂർ തങ്ങൾ ഭവൻ ആയുർസൈൻ അങ്കണത്തിൽ നടക്കുന്ന നാട്ടുത്സവം മുൻ MLA PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നാട്ടിലെ കർഷകരെയും കലാകാരന്മാരെയും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, NMK നബീൽ തുടങ്ങിയവർ ചേർന്ന് ആദരിക്കും. ഒപ്പന, കോൽക്കളി, കൈകൊട്ടിക്കളി, ദഫ്മുട്ട്, ക്ലാസിക്കൽ ആൻഡ് സിനിമാറ്റിക് ഡാൻസ്, മാംഗോ ഫസ്റ്റ് എന്നിവയും ഒരുക്കിയതായി ഭാരവാഹികളായ തങ്ങൾ ഭവൻ ആയുർസൈൻ ഡയറക്ടർ ഫൈസൽ തങ്ങൾ, ദിൽക്കി ആവാസ് ഓർക്കസ്ട്ര പ്രസിഡന്റ് അഷ്റഫ് അലി, ട്രഷറർ ഷെബീർ കലയിൽ, മുൻ പ്രസിഡന്റ് മോണോ ആരിഫ് തുടങ്ങിയവർ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ രാവിലത്തെ ശീവേലി ഇനി 3/4 മണിക്കൂറോളം നേരത്തെ നടക്കും. രാവിലെ 7-ന് നടക്കുന്ന ശീവേലിയാണ് നേരത്തെയാക്കുന്നത്. ഉഷപൂജ കഴിഞ്ഞ് നട തുറന്നാൽ 6:15-ന് ശീവേലി തുടങ്ങും. ശീവേലി നേരത്തെയാക്കുന്നതിനനുസരിച്ച് പിന്നീടുള്ള പൂജാക്രമങ്ങളിലും ചെറിയ മാറ്റങ്ങളുണ്ട്. ഉച്ചപൂജ 11:30-ന് തുടങ്ങി 12:15-ന് അവസാനിപ്പിക്കണം. നിലവിൽ 11:30-ന് ഉച്ചപൂജയ്ക്ക് നടയടച്ചാൽ 12:30-നാണ് തുറക്കാറ്. അത്താഴപൂജയ്ക്കും അത്താഴ ശീവേലിക്കുമൊക്കെ സമയത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. തന്ത്രി, ഊരാളൻ എന്നിവരുമായി കൂടിയാലോചിച്ച ശേഷമാണ് സമയമാറ്റം നടപ്പാക്കാൻ ഭരണസമിതി തീരുമാനിച്ചത്. ഭക്തർക്ക് കൂടുതൽ ദർശന സൗകര്യം ലഭിക്കുകയാണ് മാറ്റങ്ങളുടെ ലക്ഷ്യം. ഉഷപൂജയ്ക്കും ശീവേലിക്കുമിടയിൽ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശന നിയന്ത്രണമുണ്ടാകാറുണ്ട്. എന്നാൽ ഉഷപൂജ കഴിഞ്ഞയുടൻ തന്നെ ശീവേലിയും പൂർത്തിയാക്കിയാൽ പിന്നീട് ഇടതടവില്ലാതെ ദർശനം നടത്താനാകുമെന്നതാണ് സൗകര്യം. സ്കൂൾ അവധിക്കാലവും തുടർച്ചയായ പൊതു അവധി ദിനങ്ങളും ആയതോടെ ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതേസമയം സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ ലംഘനമാണ് സമയമാറ്റമെന്ന് വിമർശനമുയർന്നിട്ടുണ്ട്. വഴിപാട് പട്ടികയിൽ പറഞ്ഞിട്ടുള്ള പൂജകളും സമയക്രമവും മാറ്റരുതെന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളതാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചിത്വ സാഗരം സുന്ദരതീരം 2ാം ഘട്ടം ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അഴിമുഖം മുതൽ മുനയ്ക്കക്കടവ് വരെയുള്ള തീരം വൃത്തിയാക്കി. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സമീറ ഷെരീഫ്, ഫിഷറീസ് ഉദ്യോഗസ്ഥൻ സുലൈമാൻ, കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥ മിനി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവക ദേവാലയത്തിൽ 40ാം വെള്ളി ആചരിച്ചു. സാന്തോം യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇടവക പള്ളിയിൽ ദിവ്യകാരുണ്യ ആരാധനയും വിശുദ്ധ വാരത്തിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായുള്ള കുമ്പസാരവും നടന്നു. വൈകിട്ട് 5:30-ന് യുവജനങ്ങൾ പങ്കെടുത്ത കുരിശിന്റെ വഴിയും പ്രാർത്ഥനയുടെ പ്രദക്ഷിണവും ആരംഭിച്ച് 7 മണിയോടെ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് 9 മണിവരെ ദിവ്യകാരുണ്യ ആരാധനയും യുവജനങ്ങളുടെ കുമ്പസാരവും തീർത്ഥകേന്ദ്രത്തിൽ നടന്നു. 300ഓളം യുവജനങ്ങൾ പങ്കെടുത്ത 40ാം വെള്ളി ആചരണത്തിനു ശേഷം നേർച്ചക്കഞ്ഞി വിതരണവുമുണ്ടായിരുന്നു. പുതിയതായി നിർമ്മിച്ച 150ഓളം മരക്കുരിശുകളും യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ നിശ്ചല ദൃശ്യങ്ങളുമായി യുവജനങ്ങൾ അണിനിരുന്ന പരിഹാര പ്രദക്ഷിണം ഭക്തിനിർഭരമായി. മറ്റം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, ജോൺസൺ C തോമസ്, PA സ്റ്റീഫൻ എന്നിവരും സാന്തോം യൂത്ത് മിനിസ്ട്രി സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും 40ാം വെള്ളി ആചരണത്തിന് നേതൃത്വം നൽകി. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കടൽ തീരങ്ങൾ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം 2ാം ഘട്ട ഏകദിന ശുചിത്വ ക്യാമ്പയിൻ മന്ദലാംകുന്ന് ബീച്ചിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ റസീന ഉസ്മാൻ, സെലീന നാസർ, കോസ്റ്റൽ പോലീസ് പ്രതിനിധി ബബിൻ, കടലോര ജാഗ്രതാ സമിതി അംഗം TP അബ്ദുൾ റസാഖ്, കുടുംബശ്രീ CDS അംഗങ്ങളായ AV വത്സ, നസീമ മജീദ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ PM നാസർ, KA നവാസ്, PS ഷംറൂദ്, MA ഷഹസാദ്, PR സായൂജ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി.
ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ മനോജ് സ്വാഗതവും ഐഷ നന്ദിയും പറഞ്ഞു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച ക്യാമ്പയിൻ 11 മണിക്ക് സമാപിച്ചു. പുന്നൂർ പഞ്ചായത്ത് 7-ാം വാർഡിലെ പനന്തറ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ വെറുതെ ഇതിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അതിൽ ക്ഷേത്രത്തിൻ്റെ പേരുണ്ട്, പിന്നെ ചില ആജീവന്മാരുടെ പേരുണ്ട്, പിന്നെ വെള്ളത്തിൻ്റെ പേരുണ്ട്. എന്താ നമുക്ക് മനസ്സിലായില്ലേ? വെള്ളത്തിന് എന്തില്ല? ജാതിയില്ല, മതമില്ല, വെള്ളത്തിന്. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര കമ്മിറ്റി അവിയൂർ ചക്കനാത്ത് പറമ്പിൽ 4.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചു നൽകിയ കിണറിൽ നിന്നും അകലാട് മൂത്തേടത്ത് ഷംസുദ്ദീൻ ഹാജി സംഭാവനയായി നൽകിയ 3 സെന്റ് ഭൂമിയിൽ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കിണറിൽ നിന്നുമാണ് വെള്ളം വിതരണം ചെയ്യുന്നത്. ഇതിനായി അലി വലിയകത്ത് സംഭാവന നൽകിയ 2 സെന്റ് ഭൂമിയിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച ജലസംഭരണിയിലാണ് വെള്ളം ശേഖരിച്ച് വിതരണം നടത്തുന്നത്. ഇത്തരത്തിൽ സുമനസുകളായ ചിലർ നാടിന്റെ ദാഹമകറ്റാൻ ആത്മാർത്ഥതയോടെ കൈകോർത്തത് നന്മയുടെ മാതൃകയായി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് നടന്ന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പുന്നൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ K വിശ്വനാഥൻ മാസ്റ്റർ, AK വിജയൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസ്ന ലത്തീഫ്, വാർഡ് മെമ്പർ ഷെരീഫ കബീർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കുമാർ പാലപ്പെട്ടിയെയും ഷംസുദ്ദീൻ ഹാജി മൂത്തേടത്തിനെയും അലി വലിയകത്തിനെയും പുന്നൂർ പഞ്ചായത്ത് ആദരിച്ചു. NK അക്ബർ MLA ഉപഹാരം സമർപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും AC ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ മധ്യവയസ്കൻ ലോഡ്ജിൽ കുഴഞ്ഞു വീണു മരിച്ച നിലയിൽ. മലപ്പുറം പരപ്പനങ്ങാടി ഉള്ളാനം മണ്ണാറയ്ക്കൽ തെക്കേപുരയ്ക്കൽ വീട്ടിൽ 56 വയസ്സുള്ള സുഭാഷാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 11-നാണ് സംഭവം. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ശ്രീജ ലോഡ്ജിലെ മുറിയിലാണ് ഇയാളെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ലോഡ്ജ് അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്ന് 108 ആംബുലൻസിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു മരണം സ്ഥിരീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കാട്ടകമ്പൽ പഞ്ചായത്തിലെ ഉല്ലാസ് 52-ാം നമ്പർ അങ്കണവാടിയിലെ ബാലമേള നടന്നു. അയനൂർ ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന മേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി വർക്കർ മേഴ്സി മേക്കാട്ടുകുളം അധ്യക്ഷയായിരുന്നു. കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. ശുചിത്വ ദൗത്യത്തിൽ പാലക്കാട് ജില്ലയിൽ വിജയകിരീടമണിഞ്ഞ് ചാലിശ്ശേരി കൗക്കോട് MMA LP സ്കൂൾ. ജില്ലയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 800-ലധികം സ്കൂളുകളിൽ നിന്നാണ് കൗക്കോടിനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ഹരിത പെരുമാറ്റച്ചട്ടം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നീ മേഖലകളിൽ 100% വിജയം കൈവരിച്ചതിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത വിദ്യാലയമായി സ്കൂളിനെ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ കളക്ടർ G പ്രിയങ്കയിൽ നിന്നും സ്കൂൾ പ്രധാനാധ്യാപകൻ K ബാബുനാസർ പുരസ്കാരം ഏറ്റുവാങ്ങി. 2 മാസം മുമ്പ് തൃത്താല മണ്ഡലത്തിലെ സമ്പൂർണ്ണ ശുചിത്വ സ്കൂളിനുള്ള അംഗീകാരവും ഹരിത കേരള മിഷന്റെ ഹരിത വിദ്യാലയ സാക്ഷ്യപത്രവും മന്ത്രി MB രാജേഷ് സ്കൂളിന് സമ്മാനിച്ചിരുന്നു. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി ഗ്രേ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം, മലിനജലം സോക്ക് പിറ്റിലേക്ക് എത്തിക്കുന്ന സംവിധാനം, ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി 2 കമ്പോസ്റ്റ് പിറ്റുകൾ, മഴവെള്ള സംഭരണി എന്നീ സംവിധാനങ്ങൾ സ്കൂളിലുണ്ട്. ഉല്ലാസത്തിനായി പാർക്ക്, കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കാൻ 500-ലധികം പുസ്തകങ്ങൾ ഒരുക്കിയുള്ള ലൈബ്രറി, പപ്പായത്തോട്ടം, പയർ, വെണ്ട, വഴുതന എന്നിവ ഒരുക്കിയ കൃഷിത്തോട്ടം, KG കുട്ടികൾക്കായി ഒരുക്കിയ ഹൈടെക് കമ്പ്യൂട്ടർ ക്ലാസ് തുടങ്ങിയവയും സ്കൂളിന്റെ നേട്ടങ്ങളാണ്. ഓരോ വിദ്യാർത്ഥികൾക്കും പഠനത്തിനപ്പുറം അച്ചടക്കം, കൃഷി, ശുചിത്വ, മാലിന്യ സംസ്കരണ രീതികൾ പഠിക്കാനും വളർന്നു വരുമ്പോൾ അത് സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുവാനും സ്കൂളിലെ പഠന കാലയളവ് സഹായിക്കുമെന്ന് പ്രധാനാധ്യാപകൻ ബാബുനാസർ പറഞ്ഞു. ഒരു പൊതുവിദ്യാലയം സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ, സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിദ്യാലയത്തെ വളർത്തിയെടുക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കരാട്ടെ, യോഗ, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്, നൃത്തം, ക്രാഫ്റ്റ്, പിന്നെ അങ്ങനെയുള്ള പല രീതിയിലുള്ള പാഠ്യേതര പരിപാടികളും അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. PTA, SMC, MTA, ഈ ഏറ്റവും പ്രിയം പറഞ്ഞ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, നാട്ടുകാർ, എല്ലാവരുടെയും പൊതുപ്രവർത്തകർ എല്ലാവരുടെയും നിശ്ചയമായ സഹകരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ
സ്കൂൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത് തുറന്നുണ്ടാകണമെന്ന് മാത്രം ഒരു അഭ്യർത്ഥന മാത്രമാണ് സ്കൂളിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. അധ്യാപകർ ഉൾപ്പെടെ 374 കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ പരിസരത്തെ മനോഹരമായ താമരയും ആമ്പൽപ്പൂക്കളും മറ്റു പൂക്കളുമെല്ലാം കുരുന്നുകളാണ് സംരക്ഷിക്കുന്നത്. 50ഓളം മരങ്ങൾ സ്കൂളിന് തണലേകി മൈതാനത്ത് നിറഞ്ഞു നിൽക്കുന്നു. 2026 ശതാബ്ദി നിറവിലേക്ക് പ്രവേശിക്കുന്ന സ്കൂൾ അക്കാദമി രംഗത്ത് 100 ദിന വേറിട്ട പരിപാടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് PTA പ്രസിഡന്റ് ഷമീർ തച്ചാറായിൽ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൗക്കോട് MLP സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. 2024-25 അധ്യയന വർഷത്തിൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല ഹരിത വിദ്യാലയമായിട്ട് മിനിസ്റ്റർ അവാർഡ് മേടിച്ചിട്ടുണ്ട്. അതിലെല്ലാവർക്കും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കളും അധ്യാപകർക്കും എല്ലാവർക്കും PTAയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തിൽ വാർഡുകൾ, അങ്കണവാടി, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ എന്നിവർ പ്രവർത്തനത്തിൽ പങ്കാളികളായി. വിപണി. അമിഗോസ് ഫാമിലി സലൂൺ, മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് ബ്യൂട്ടി സ്പാ ഗുരുവായൂർ LF കോളേജിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരവും മോഡലുമായ അനുമോൾ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA KV അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി. ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലർ ബിബിത മോഹൻ, മറ്റ് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു. മൊറോക്കൻ ബാത്ത്, ജാപ്പനീസ് എയർ സ്പാ, ബോഡി മസാജിംഗ്, സ്റ്റീം ബാത്ത്, ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ വിലാസം: അമിഗോസ് ഫാമിലി സലൂൺ, മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് ബ്യൂട്ടി സ്പാ, പുന്നത്തൂർ റോഡ് ജംഗ്ഷൻ, നിയർ LF കോളേജ്, ഗുരുവായൂർ. ഫോൺ 8075059909 9847880245 0487255313. എളവള്ളി സർവീസ് സഹകരണ ബാങ്ക് വിഷുവിനോടനുബന്ധിച്ച് നടത്തുന്ന പടക്കച്ചന്തയ്ക്ക് തുടക്കമായി. ചന്തയുടെ ഉദ്ഘാടനം ചാവക്കാട് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KP രാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ KM പരമേശ്വരൻ, ശ്രീകുമാർ വാഗ, CK മോഹനൻ, ബാങ്ക് ഡയറക്ടർ TN ലെനിൻ, സെക്രട്ടറി AM ബിനി എന്നിവർ സംസാരിച്ചു. വിഷു വരെയുള്ള ദിവസങ്ങളിൽ വാഗ ഹെഡ് ഓഫീസിൽ വമ്പിച്ച വിലക്കുറവിൽ ആധുനിക കാലഘട്ടത്തിലെ വൈവിധ്യമാർന്ന പടക്ക സാമഗ്രികൾ ലഭിക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 20-ന് ചാവക്കാട് വ്യാപാര ഭവനിൽ ചാവക്കാട് മണ്ഡലം വിശദീകരണ യോഗം നടത്തും. അബൂബക്കർ സലഫി, ഷബീബ് സൊലാഹി എന്നിവർ വിഷയാവതരണം നടത്തും. ഇതിനു മുന്നോടിയായി മന്ദലാങ്കുന്ന് അൽ ഹിക്മ മദ്രസയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ കൺവീനറായി ബാദുഷ മന്ദലാങ്കുന്നിനെയും ചെയർമാനായി റഫീഖ് അഗലാഡിനെയും തെരഞ്ഞെടുത്തു. വിസ്ഡം ജില്ലാ സെക്രട്ടറി അഷ്റഫ് സുലമി, പ്രസിഡന്റ് KM ഹൈദരാലി, ഇബ്രാഹിം ഹാജി അണ്ടത്തോട്, അബ്ദുൽ ലത്തീഫ് ആൽത്തറ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ KM ബാദുഷ അധ്യക്ഷത വഹിച്ചു. റഫീഖ് അഗലാഡ് സ്വാഗതവും ഉസ്മാൻ ബദർപള്ളി നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8770 രൂപ, പവന് 70,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം. ചൂണ്ടൽ പരേതനായ പുളിക്കൽ ശങ്കുരു മകൻ ലോഹിതാക്ഷൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 8 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സതി ഭാര്യയും ജിതീഷ്, ലിജി എന്നിവർ മക്കളുമാണ്.
മണത്തല പുളിച്ചിറക്കെട്ടിനടുത്ത് റിട്ടയേർഡ് ഹവിൽദാർ ആലുങ്ങൽ വാസു നിര്യാതനായി 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തൃശൂർ ജില്ലാ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് അംഗമായിരുന്നു. പരേതയായ വിജയലക്ഷ്മി ഭാര്യയും ജയൻ, വിനയൻ, നിവേദിത എന്നിവർ മക്കളുമാണ്. കുന്നംകുളം തെക്കേപ്പുറം തയ്യിൽ കുഞ്ഞുമോൻ മകൻ രാഘവൻ നിര്യാതനായി 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുഷ്പവേണിയാണ് ഭാര്യ. കുന്നംകുളം തലക്കോട്ടുകര ശിവക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി സജീവ്, സിന്ധു, അഡ്വക്കേറ്റ് സനിത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടപ്പാളിൽ കാർ പുറകോട്ട് എടുക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എടപ്പാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ഉദിനിക്കര റോഡിൽ താമസിക്കുന്ന മടത്തിൽ വീട്ടിൽ ജാബിറിന്റെ മകൾ അമ്രു ബിൻ ജാബിർ. സംഭവത്തിൽ 3 പേർക്ക് പരിക്ക്. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ ഭാഗമായി ഞായറാഴ്ച മുതൽ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കും. ഞായറാഴ്ച ഓശാന, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയിർപ്പ് ഞായർ ശുശ്രൂഷകൾക്കായി ദേവാലയങ്ങൾ ഒരുങ്ങി. വിശ്വാസികൾ കൊഴുക്കട്ട ശനി ആചരിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ ഗുഡ്സ് വാൻ ഇടിച്ച കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം. പാഴിയോട്ടുമുറി സ്വദേശി കുളങ്ങര വീട്ടിൽ 46 വയസ്സുള്ള ഡേവിസ് ആണ് മരിച്ചത്. വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന ഡേവിസിനെ ടാങ്കിൽ വെള്ളം കയറ്റി വരികയായിരുന്ന വാഹനം ഇടിച്ചു തെറിപ്പിച്ചാണ് അപകടം. വരവൂർ തളിയിലെ അറവുമാലിന്യ പ്ലാന്റിനെതിരെ വെള്ളിയാഴ്ച രാത്രിയിൽ നടന്ന പ്രതിഷേധം നാട്ടുകാരും പോലീസുമായുള്ള സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ലാത്തി വീശി. ഇതിൽ പ്രതിഷേധിച്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിലെ പിടിയാന നന്ദിനി ചെരിഞ്ഞു. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആഴ്ചകളായി കിടപ്പിലായിരുന്നു. ഓർമ്മയായത് ഗുരുവായൂർ ഉത്സവത്തിന്റെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ക്ഷേത്രത്തിനകത്തെ പ്രദക്ഷിണത്തിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന പിടിയാന. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.